നമുക്ക് RPF SI 2024 എക്സാമിന് ചോദിച്ച ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ അധികം ആരും എന്ത് ചെയ്തില്ല, ആൻസർ ചെയ്തിട്ടില്ല. ആർക്കും എന്ത് ചെയ്യാൻ അറിയത്തില്ല, ഇത് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സാക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് per annum will a certain sum of money multiply itself by 55 times? 55 ടൈംസ് മൾട്ടിപ്ലൈ ആവണം. ദ ഇൻട്രസ്റ്റ് ബീങ് കോമ്പൗണ്ട് ആനുവലി ആണ് 2 വർഷത്തേക്ക്. കറക്റ്റ് 1 ഡെസിമൽ പ്ലേസിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എല്ലാം അടുത്തടുത്താണ്. 641, 638 അങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പൗണ്ടേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോമുല അനുസരിച്ച് ഒരു സം ഓഫ് മണി എത്രയാണ്, 55 ടൈംസ് ആവുക. അതായത് 1 എന്ന് പറയുന്നൊരു വാല്യൂ ആയിരുന്നെങ്കിൽ എത്ര ആയി, ഇപ്പം 55 ആയി. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടേഴ്സിൻ്റെ ഇക്വേഷൻ വെച്ച് എമൗണ്ട് 55 ആണ്, ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1 + R/100 റേറ്റ് ബൈ 100 റേസ് ടു n ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്മൾ എന്ത് കൊടുത്തു, 2 എന്ന് കൊടുത്തു. അപ്പോൾ 55 ഈക്വൽ ടു 1 × 1 + R/100ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, രണ്ടിടത്തും സ്ക്വയർ റൂട്ട് എടുത്തു. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ റൂട്ട് 55 വന്നു. ഒരേ ഓപ്പറേഷൻ അപ്പുറത്തും ഇപ്പുറത്തും LHSലും RHSലും ചെയ്താൽ വാല്യൂവിന് ചേഞ്ച് ഇല്ല. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് 100 + R ഡിവൈഡഡ് ബൈ 100 എന്ന് വന്നു. അകത്തുള്ളത് സോൾവ് ചെയ്തു, സ്ക്വയർ എന്ത് ചെയ്തു, പോയി. റിയൽ ടാസ്ക് ഇരിക്കുന്നത് ഈ റൂട്ട് 55ൻ്റെ വാല്യൂവിലാണ്. ഇപ്പോൾ റൂട്ട് 55ൻ്റെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്ഷനെല്ലാം എന്താണ്, അടുത്തടുത്താണ്. ഇപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കി തരാം. അതുകൊണ്ടാണ് ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് അല്ലാതെ ചെയ്യുന്നത്. ഇപ്പോൾ റൂട്ട് 55 നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, റൂട്ട് 55 തൊട്ടടുത്തുള്ള ഇതിൻ്റെ ഷോർട്ട് ട്രിക്ക് എന്ന് പറയും. ഷോർട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് അപ്രോക്സ് വാല്യൂ ആണ്, അപ്രോക്സ് ആണ്. പക്ഷേ ഓപ്ഷൻസ് ദൂരെ ആണെങ്കിൽ നമുക്ക് ഇതായിരിക്കും എളുപ്പം. എന്താ ചെയ്യുക, ഇതിന് തൊട്ടടുത്തുള്ള സ്ക്വയർ നോക്കുക. അപ്പോൾ ഇതിനെ റൂട്ട് 55 എനിക്ക് റൂട്ട് 49 + 6 എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് 49 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഉള്ള സിമ്പിൾ അതേപോലെ എഴുതുക, പ്ലസ് 6 ആണ് അധികം ഉള്ളത്, അതേ ഡിവൈഡ് ബൈ 2 കൊടുക്കുക. 2ab ആണ്, a + b ഹോൾ സ്ക്വയറിൻ്റെ 2ab ആണ്. അപ്പോൾ 2 ഇൻറ്റു എന്താണ് ഇവിടെ കിട്ടിയ റൂട്ട് അത് എഴുതുക. ഇതായിരിക്കും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ 7 പ്ലസ് എത്ര കിട്ടും, 3/7. 3/7 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/7 0.14 ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട്. അപ്പോൾ 0.42 7.42 സംതിങ് എന്ന് വരും. 7 + 0.42 30/2 0.42. ഓക്കെ, 0.42. അതായത് ഏകദേശം 7.42 എന്ന് വന്നു. പക്ഷേ പ്രശ്നം എവിടെയാണ്, ഇവിടെ 7.42 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഞാനിവിടെ 7.42 കൊടുത്തു കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എന്ത് കിട്ടും, ഇൻറ്റു 100 ചെയ്യും, 742 മൈനസ് 100 642. ആൻസർ എന്ത് വരും, 642 എന്ന് വരും. അപ്പോൾ 642 എന്ന് പറഞ്ഞാൽ ഇത് 641.6 ഉണ്ട്, ഇത് 642.9 ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ 0.9 അല്ലെങ്കിൽ 0.6. അടുത്തുള്ളത് ഓപ്ഷൻ എ ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചാൻസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ അടുത്ത് വന്നിരുന്നെങ്കിൽ 642.5 വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ, അല്ലെങ്കിൽ 642.3 വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, നമ്മുടെ ഈ ഒരു ഷോർട്ട് മെത്തേഡ് ഫെയിൽ ആയനെ. പക്ഷേ ഷോർട്ട് മെത്തേഡ് സക്സസ് ആവുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ, ഇപ്പോൾ 643 641 643 ആയിരുന്നു, നമുക്ക് എന്ത് കൊടുക്കായിരുന്നു, ഈ 641.6 കൊടുക്കായിരുന്നു. ഇതാണ് ഷോർട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണോ ഇതിനെ സോൾവ് ചെയ്യുക, റൂട്ട് ടേം എഴുതുക, എന്നിട്ട് എന്താ പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതുക. ഇപ്പോൾ റൂട്ട് 44 ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേനെ, റൂട്ട് 44 ഈ ഒരു മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിച്ചേനെ, റൂട്ട് 44 നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റൂട്ട് 49 - 5 എന്ന് എഴുതിയേനെ, റൂട്ട് 49 - 5 എന്ന് എഴുതിയേനെ. എന്നിട്ട് എന്ത് ചെയ്തേനെ, 49 റൂട്ട് 7 ആണ്, എന്താണോ സിമ്പിൾ മൈനസ് ആണ്, -5 ഡിവൈഡ് ബൈ 2 × 7 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാനെ, 7 - 5/14 എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും അപ്രോക്സിമേറ്റ് വാല്യൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എക്സാക്റ്റ് മെത്തേഡോട് പഠിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ഇപ്പോൾ എക്സാക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂട്ട് 55 കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലാസ് ആണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. റൂട്ട് 55. ഇപ്പോൾ റൂട്ട് 55 വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ലോങ് ഡിവിഷൻ മെത്തേഡ്, നമ്മൾ നോർമലി റൂട്ട് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന അതേ മെത്തേഡ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 2304ൻ്റെ സ്ക്വയർ റൂട്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ 2 വെച്ചുള്ള പെയറായിട്ട് നമ്മൾ തിരിക്കണം. 04ൻ്റെ ഒരു പെയർ, 23ൻ്റെ ഒരു പെയർ. എന്നിട്ട് തൊട്ട് മുമ്പുള്ള ഏറ്റവും ലാസ്റ്റുള്ള അല്ലെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് അറ്റത്തുള്ള നമ്പറിൻ്റെ തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ നോക്കണം. എത്രയാണ് തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ, 23ന് തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്, 16 ആണ്. 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ റൂട്ട്. എന്താണോ വരുന്നത് പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതാം. 4 ഇവിടെ എഴുതിയാൽ ഇവിടെ എന്ത് വരും, 4 വരും. അപ്പോൾ ഇവിടെ വരുന്നതാണ് നമ്മളുടെ സ്ക്വയർ റൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 4 തുടങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, 4 × 4 ചെയ്യാം, എത്ര വരും, 16 വരും. കുറയ്ക്കുമ്പോൾ എത്ര വരും, 7 വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ 2 നമ്പർ 04 താത്തിറക്കി, അതേപോലെ
ഈ വാല്യൂവും കൂടെ കൂട്ടുക. 4 4 എത്രയാണ്? കുറച്ച് സൈസ് കുറയ്ക്കാം. 4 4 ഇവിടെ 8 വരുന്നത്. എന്നിട്ട് ഇവിടെ ഒരു വാല്യൂ വരും. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ ഏത് വാല്യൂ എഴുതിയാൽ, ഇപ്പോൾ 1 എഴുതി കഴിഞ്ഞു, 1 എഴുതിയാൽ ഇവിടെ അത് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ ആ 81 1 എഴുതിയാൽ 81 വരുന്നത്. അപ്പോൾ 81 ഗുണം 1 ചെയ്താൽ ഈ ഒരു 704ൻ്റെ എന്തായിരിക്കും? തൊട്ടടുത്ത് വരണം. കൂടിപ്പോകരുത്, എന്നാൽ തൊട്ടടുത്ത് വരണം. ഏറ്റവും അടുത്തുള്ള വാല്യൂയിലോട്ട് വരണം. 2 കൊടുത്താൽ 82 ഗുണം 2 164. 164 704 തൊട്ടടുത്തുള്ള 82ൻ്റെ മൾട്ടിപ്പിൾ ആവണം. 8ൽ തുടങ്ങുന്ന. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കാം? 8 കൊടുത്താലോ? 88 ഗുണം 8. 88 ഗുണം 8 എന്ന് പറയുമ്പം 640 64 704. അപ്പോൾ കറക്റ്റ് എന്ത് വന്നു? നമുക്ക് കറക്റ്റ് അടുത്ത് ഒന്നുകിൽ അത് വരാം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ വരാം. ഒരിക്കലും കൂടിപ്പോരുത്. 9 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 89 ഗുണം 9 ആവും. അത് 704 കൂടിപ്പോവും. അങ്ങനെ വരത്തില്ല. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? 8 കൊടുത്തു. അപ്പോൾ 8 കൊടുത്താൽ ഇവിടെ എന്ത് ചെയ്യണം? അതേ വാല്യൂ തന്നെ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടാമത് എന്താണോ എഴുതിയത് അതുകൊണ്ട് ഈ ഒരു 88 ഇവിടെ എഴുതിയിരിക്കുന്ന വാല്യൂവിനെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 8 ഗുണം 8 88 ഗുണം 8 640 64 704 തന്നെയാണ്. നമുക്ക് എന്ത് വന്നു? ബാക്കി 0 വന്നു. അപ്പോൾ 0 വരുന്നവരെ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു 2304ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 48. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ 2304ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ട്രിക്കൊക്കെ ഓൾറെഡി നമ്മുടെ ഏകലവ്യ ബാച്ചിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ പരിപാടി നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂട്ട് 55 എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ വലിയ പാടുള്ളതല്ല, പക്ഷേ ഈ ഒരു മെത്തേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയാസം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ട് 55 എങ്ങനെ ചെയ്യാൻ നോക്കാം. റൂട്ട് 55. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. 55 എഴുതി, 55ന് തൊട്ട് വേറെ ഒന്നുമില്ല, 2ൻ്റെ പേരാക്കാൻ ഒരു 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ 49. അതിൻ്റെ സ്ക്വയർ റൂട്ട് 7 എഴുതി, അതേ വാല്യൂ തന്നെ ഇവിടെ എഴുതി. 7 അവിടെ എഴുതി. 7 എന്തായാലും ഉണ്ട്. 7 × 7 ചെയ്തു, 49. ഇനി പ്രശ്നം എന്താ? 55 49 വെച്ചാൽ 6 വരുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ പോയിൻ്റ് ഇട്ടിട്ട് 55ന് നമുക്ക് 55.0000 എത്ര 0 വേണമെങ്കിലും കൊടുത്താലും പ്രശ്നമില്ല. താഴോട്ട് ഇറങ്ങണമെങ്കിൽ വേറെ ആൾക്കാരില്ല. അപ്പോൾ ഇവിടെ പോയിൻ്റ് എടുത്തു. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഇത് എന്തൊക്കെയാണോ ഈ നേരത്തെ ഉണ്ടായിരുന്നത് അത് രണ്ടും കൂട്ടുക. 7 7 എന്ത് വന്നു? 14 വന്നു. 14 വന്നാൽ ഇവിടെ ഒരിക്കലും 14നെ 1 കൊടുത്താൽ പോലും 141 വരും. 141 ഗുണം 1 എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്തില്ല? നമുക്ക് അതിനുള്ള വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പോയിൻ്റ് ഇടുമ്പോൾ 2 0 എന്ത് ചെയ്തു? താത്തിറക്കി. അപ്പോൾ ഇവിടെയും പോയിൻ്റ് ഇടണം. അപ്പോൾ ആൻസർ 7 പോയിൻ്റ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഡെസിമലിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 600 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നേരത്തെ പ്രോസസ്സ് 14-നകത്ത് ഇവിടെ എന്ത് വാല്യൂ കൊടുക്കും? 1 കൊടുത്താൽ 141 ഗുണം 1 141. നമുക്ക് എന്ത് വരണം? ഒന്നുകിൽ 600 അല്ലെങ്കിൽ 600ൻ്റെ അടുത്തോ വരണം. 142 ഗുണം 2 കൊടുത്തു കഴിഞ്ഞാൽ 284 3. അത് കാൽക്കുലേഷൻ സ്പീഡുള്ളവർക്ക് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക. ഏകലവ്യ ബാച്ചിൽ കിടപ്പുണ്ട് എങ്ങനെയാണ് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുന്നതെന്നുള്ള വീഡിയോ അതൊക്കെ കാണുക. 144 ഗുണം 4 5 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 700 കഴിഞ്ഞു. 4 കൊടുത്തു കഴിഞ്ഞാലോ? 144 ഗുണം 4 560 16 576. അപ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ തൊട്ടടുത്തുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ 4 കൊടുക്കാം. അതിൻ്റെ അടുത്ത് ഇവിടെ എന്ത് വരും? 4 വരും. അപ്പോൾ 4 ഗുണം 147 എന്താണോ എഴുതിയത് അതേ ഗുണം 147 എത്രയാണ്? 576. 2-3 വട്ടം എഴുതി നോക്കണം. 576 ഡിഫറൻസ് എന്ത് വന്നു? 24. പിന്നെ നമുക്ക് ഇവിടെ എന്ത് വരും? ഇവിടെ 4 ഗുണം 147. സോറി, അത് നമ്മളിവിടെ എഴുതി. എന്താണോ ഇവിടെ വരുന്നത് രണ്ടാമത് എഴുതിയത് അതും ഇതുകൂടെ കൂട്ടുക. ആദ്യമേ നമ്മൾ മേലുണ്ടായിരുന്നതും ഈ വാല്യൂ കൂടെ കൂട്ടിയിട്ടാണ് 14 ഇവിടെ എഴുതിയത്. ഇവിടെ 4ഉം 147 കൂട്ടി എത്ര വന്നു? 100. ഈ ഒരു മെത്തേഡ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കേണ്ടി വരും. ഈ 4ഉം 147 കൂട്ടി 148 വന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 148, ഇവിടെ 24 ഉള്ളൂ. അപ്പോൾ എന്താണ്? നമുക്കിവിടെ 1 കൊടുത്താൽ പോലും 1481 വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തുള്ള ബാക്കി 2 0 കൂടെ ഇറക്കി ഓൾറെഡി പോയിൻ്റ് ഇട്ടതാണ്. അപ്പോൾ 1481 ഇവിടെ എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. 2 കൊടുത്താൽ എന്താവും? 2800. ഇതിൽ കൂടിപ്പോവും. അപ്പോൾ 1 കൊടുത്തു. അതേ വാല്യൂ തന്നെ ഇവിടെയും കൊടുക്കണം. ഇനി 1 ഗുണം എന്താണ് ഇവിടെ എഴുതിയത് അതേ ഗുണം ഈ ടോട്ടൽ വാല്യൂ 1481. ഡിഫറൻസ് എടുക്കാം. 10 1 പോയാൽ 9 1 13 4 പോയാൽ 9 919 വന്നു. ഇനി എക്സാക്റ്റ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു അനന്തമായിട്ടുള്ള സംഖ്യ ആയിരിക്കും കേട്ടോ. റൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു 3 പോയിൻ്റ് വരെ കണ്ടുപിടിക്കാം. 919 എന്ന് പറയുമ്പോൾ പിന്നെ 1 ഗുണം 1481 അല്ല സോറി ഇവിടെ 1ഉം 1481 കൂട്ടാം. ഇവിടെ കൂട്ടുവാണ്, ഇവിടെ മൾട്ടിപ്ലൈ ആണ്. എത്ര വരും? വേറൊരു കളർ വെച്ച് ഞാൻ ടിക്ക് ചെയ്യാം. ഈ 1ഉം ഇതോടെ കൂട്ടുക 1482. പിന്നെ ഒരു ഡാഷ് ഉണ്ട്, 2 0 ഇടുക. കാര്യം 919 ഇത് വരത്തില്ല. പിന്നെ 1481 82
ഇവിടെ 1 കൊടുത്താൽ 14,821 ഗുണം 1, ഇത് 91,000. 91,000 വരണമെങ്കിൽ 7 കൊടുത്തു കഴിഞ്ഞാൽ 14 98 98,000 വരും. അപ്പോൾ നമുക്ക് എത്ര വരത്തുള്ളൂ? 6 വരത്തുള്ളൂ. അപ്പോൾ 84,000 കുറച്ച് സംതിങ്. അപ്പോൾ 14,826 ഇൻറ്റു 6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 6 കൊടുത്തു, ആ സംതിങ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റായിട്ട് ഒരു ആൻസർ കിട്ടി. റൂട്ട് 55 നമുക്ക് എന്ത് കിട്ടി? 7.416. നമ്മൾ ഈ ആവശ്യാനുസരണത്തിന് കണ്ടുപിടിക്കാം. ഇത് വേണമെങ്കിൽ 7.41 വരെ കണ്ടുപിടിച്ചിട്ട് നിർത്തുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ മെത്തേഡായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ പരിപാടിയിലോട്ട് പോകാം, നമ്മുടെ ക്വസ്റ്റിനിലോട്ട് പോകാം. നമ്മുടെ ക്വസ്റ്റിൻ എന്താ കിട്ടിയത്? റൂട്ട് 55 ഈക്വൽ ടു, നമ്മൾ സോൾവ് ചെയ്ത സമയത്ത് കിട്ടിയത് റൂട്ട് 55 ഈക്വൽ ടു 100 പ്ലസ് R ഡിവൈഡഡ് ബൈ 100 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? റൂട്ട് 55 എത്ര കിട്ടിയത്? 7 പോയിൻറ്റ്, ഈ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന അതേ വാല്യൂ എങ്ങനെ കിട്ടുന്നതെന്ന് കാണിക്കുന്നത്. 7 പോയിൻറ്റ് എത്രയായിരുന്നു കിട്ടിയത്? 7.416 ആയിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ പൊക്കോണ്ടിരിക്കും, 416 സംതിങ് പോവും. അപ്പോൾ അതാണ് ഇതിൻ്റെ വാല്യൂ. ഇൻറ്റു ഈ 100 അങ്ങോട്ട് പോയി, 100 ഈക്വൽ ടു 100 അധികം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതെത്ര കിട്ടും? 741.6. അതേ മൈനസ് 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് കിട്ടും. 741.6 നിന്നും 100 കുറച്ച് എത്ര കിട്ടും നമുക്ക്? 641.6 കിട്ടും. അതായത് 641.6% നമ്മളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ ഓപ്ഷൻ ഉണ്ടോ നോക്ക്, 641.6 ഓപ്ഷൻ എ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഡൗട്ടും ഇല്ലാതെ എന്ത് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 2 സ്റ്റെപ്പിൽ വെച്ച് നിർത്താം. 7.41. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചപ്പോൾ എന്തായിരുന്നു വന്നത്? 7.42. കണ്ടോ? ഇതാണ് അപ്രോക്സിമേറ്റഡ് വാല്യൂ കിട്ടിയത്. കണ്ടോ? ചെറിയ വ്യത്യാസമേ കാണും. 7.4 വരെ കറക്റ്റ് ആയിരിക്കും, ഫസ്റ്റ് ആൻസർ വരെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ അവിടെ കൺഫ്യൂഷൻ വരും. 7.41 കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ 7.41 കൊടുത്തിരുന്നെങ്കിൽ 741 വന്നേനെ. ആ 6 വരത്തില്ല. 741 മൈനസ് 100, 641 ആൻസർ വന്നേനെ. അപ്പോൾ 641 അടുത്തുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അവിടെ വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് പഠിക്കുമ്പോൾ ആ ഒരു 3 പോയിൻറ്റ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരു ഡൗട്ടും വരത്തില്ല. ഇതേപോലെ RPFSAക്ക് ഇതേപോലെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ഡൗട്ട് ഉണ്ടായിരുന്നു. കുറേ പേര് ചെയ്തിട്ടില്ലേ ഈ ക്വസ്റ്റ്യൻ ഒന്നും. അപ്പോൾ എനിക്ക് ഡൗട്ടായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റായിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ CGL മെയിൻസിൻ്റെ സൊല്യൂഷൻ ചെയ്തപ്പോഴും ഞാനതാണ് പറഞ്ഞത്. കുറച്ച് ക്വസ്റ്റ്യൻസേ കാണും, പക്ഷേ ആ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾ കമൻറ്റായിട്ട് എന്തായാലും പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. യെസ്. അപ്പോൾ ടാറ്റ.